സോഷ്യൽ മീഡിയ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും കൊണ്ടുപോയി വെച്ച് വില കളഞ്ഞ ഒരു വേർഡ് ഉണ്ട്, ഡിപ്രഷൻ. ഒരു തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സാമിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ലൈഫിൽ എന്തെങ്കിലും ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാറി കൂവി പറയും, അയ്യോ എന്നെ കൊണ്ട് വയ്യേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് ഡിപ്രഷൻ ആണ്. ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇറ്റ്സ് എ സീരിയസ് മെഡിക്കൽ കണ്ടീഷൻ. 2 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഒരേ മനോനിലയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് കടുത്ത വിഷാദം, ജീവിതത്തിൽ ഭയങ്കര ഹോപ്പ്ലെസ് ആയിരിക്കുക, സൂയിസൈഡ് മെന്റാലിറ്റി, എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ, അത് ഉറക്കമില്ലായ്മ അല്ലെ ഉറക്കത്തിൽ നെട്ടി ഉണരുക, വിശപ്പില്ലായ്മ. ചില കേസിൽ ഇത് തിരിച്ചായിരിക്കും, ഉറക്ക കൂടുതലായിരിക്കും, വിശപ്പ് കൂടുതലായിരിക്കും. അതുപോലെ ശരീരത്തിൽ തരിപ്പ്, പുകച്ചില്, തലക്ക് കനം, ഇങ്ങനെയുള്ള ശാരീരിക അവസ്ഥ. ഡിപ്രഷൻ ബാധിച്ച ഒരു വ്യക്തിക്ക് തന്റെ ഡെയിലി ലൈഫിലെ ചെറിയ റുട്ടീന് പോലും വളരെ ഭാരമേറിയതായിട്ട് തോന്നും. അതായത് രാവിലെ ബെഡിൽ നിന്ന് എണീക്കുകയും പല്ല് തേക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മല ഉയർത്തുന്ന അത്രയും ടാസ്ക് ആയിട്ട് തോന്നും. അതുകൊണ്ട് മനസ്സിലാക്കുക, സാഡ്നെസ് ഈസ് എൻ ഇമോഷൻ. അത് ദിവസം കൂടുന്നിടത്തോളം അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. സാഡ്നെസ് ഈസ് എൻ ഇമോഷൻ, ബട്ട് ഡിപ്രഷൻ ഈസ് എൻ ഡിസോർഡർ. ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ. സോ ട്രീറ്റ് ദം വെൽ.